ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസം ഫുള്ള് കോമഡിയാണ്. സാധാരണ ഒരു 10-10:30 എണീക്കുന്ന പോലെ തന്നെ ഞാൻ എണീച്ചു. എന്നിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന സമയത്താണ് ഗൈസ് എന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു എരിച്ചിലും പുകച്ചിലും. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ച് തൂറാത്തന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷെ അതല്ല ഗൈസ്, എന്തോ ഒരു വേദത്തിന് ഒരു ഇരിച്ചില്. ഞാൻ എന്നാലൊന്ന് തൂറിയാ ശരിയാവുന്നുള്ള രീതി കക്കൂസിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആ എരിച്ചിലും പുകച്ചിലും ഉണ്ടായിരുന്നു. വയറ് വേദനയൊന്നുമില്ല ഗൈസ്, എന്നാലും ഒരു ചെറിയ എരിച്ചിലും പുകച്ചിലും. അങ്ങനെ പുകഞ്ഞിരിക്കുവാണ് ഗൈസ്. ഇന്നലെ തിന്ന എന്തോ ഫുഡാണോ എന്താന്നറിയത്തില്ല, മൂഞ്ചിച്ചിട്ടുണ്ട് എൻ്റെ മൊത്തത്തിൽ. വയറ് പോക്കേന്ന് ഗൈസ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വെച്ചാൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ മദർ തെരേസ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് എൻ്റെ വയർ എഡ് ചെയ്യുന്നു തോന്നുന്നു. റൂൾ നമ്പർ 32, നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ മദർ തെരേസിന്റെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പാടില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശിച്ച് ഊപ്പാടളക്കും. നന്നാക്കാൻ പോകുന്നല്ലോ, കിട്ടി. ഓൾറെഡി എന്റെ വയറെന്ന് അറിയുന്നതാണ്. പിന്നെ ഇതെപ്പോഴും എനിക്ക് പതിവാണ്. ഇത് എവിടുന്ന് വന്ന ഒരു കള്ളപ്പൊച്ച. കുറച്ച് അഹങ്കാരം ഉണ്ട് സത്യം പറഞ്ഞാല്. തൊടാൻ സമ്മതിക്കുന്നില്ല, പൊട്ടണിച്ചിട്ട്. പിന്നെ ഞാൻ വെള്ളം എടുത്തിട്ട് ഇതേപോലെ തരിച്ചിരുന്ന് ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ എന്റെ കവിളിന്റെ അടുത്ത് തൊട്ട് നോക്കുമ്പോൾ ഗൈസ് അവിടെ എന്തോ ഒരു മുറിഞ്ഞ പോലെ ആയിട്ട് എനിക്ക് തോന്നുന്നു. എങ്ങനെയോ അവിടെ മുറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ റൂമിൽ പോയിട്ട് പിന്നെ അവിടെ നാക്ക് വെച്ച് തൊട്ട് നോക്കി. എങ്ങനെയോ അവിടെ മുറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. ടോർച്ച് എടുത്ത് അണ്ണാക്ക് തോന്നുന്നു അടിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ എങ്ങനെയാണ് മുറിഞ്ഞത്, എന്താണ് സംഭവിച്ചത്. അങ്ങനെയാണ് ഞാൻ അത് കണ്ടത്. എന്റെ എല്ലാ പല്ലും നേരെയാണ്, പക്ഷെ അതിലുള്ള ഏതോ ഒരു കുരുത്തം കെട്ട പല്ല് മാത്രം എവിടെയോ തെറിച്ച് വളർന്നിരിക്കുവാണ്. സൈഡിലേക്ക് വളർന്നിട്ട് എന്റെ കവളിൽ ഒരഞ്ഞിട്ടാണ് അത് മുറിയുന്നത്. എനിക്ക് പിന്നെ ചെറുതായിട്ട് ടെൻഷനായി. ഞാൻ വേഗം ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എന്റെ കവൾ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. ഉമ്മ അപ്പോഴും പറയും എന്റെ മോനെ വേഗം പോയിട്ട് കാണിച്ചു, അത് കുറെ കാലം കഴിഞ്ഞാൽ ക്യാൻസർ ആവുന്നു. ഞാനപ്പോ കുത്തിരുന്ന് ആലോചിക്കാൻ തുടങ്ങി, ക്യാൻസറോ പല്ല് ഇരുന്നിട്ടോ. പിന്നെ ഒരേ ആലോചിക്കില്ല. പിന്നെ ആലോചിച്ച് ചെറുതായി ടെൻഷൻ കിരി, ഇനി വല്ല ക്യാൻസർ ആവുമോ ഇല്ല, എനിക്ക് ഓൾറെഡി ഇപ്പൊ ക്യാൻസർ ഉണ്ടോ എന്റെ വായില്. ഞാൻ മൊത്തം ടെൻഷനായി. ഈ പല്ല് വരുന്ന ക്യാൻസർ ആവില്ലേ. ഞാൻ ആലോചിച്ച് എന്റെ തലയൊക്കെ കടന്ന് കത്താൻ തുടങ്ങി. പിന്നെ എനിക്ക് ടെൻഷൻ കയറിക്ക് ഞാൻ തൂറാൻ മുട്ടും കഴിയും. പിന്നെ ഒന്ന് തൂറിയിട്ടാന്ന് വിചാരിച്ച് ഞാൻ നേരെ തൂറാൻ വേണ്ടിട്ട് ഓടി. കക്കൂസൊന്നും ഞാൻ ഓൾറെഡി കുറെ ആലോചിച്ച് എന്നിട്ട് ഞാൻ കുറെ ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നെ ടെൻഷനായി. ഈ പല്ല് വരഞ്ഞിട്ട് ലാസ്റ്റ് ക്യാൻസർ ആവോ, ഇത് വേഗം പോയി കാണിച്ചാലോ. കാണിക്കാൻ എനിക്ക് പേടിയാണ് ഗൈസ്. എനിക്ക് ഹോസ്പിറ്റൽ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാന്നുള്ള ഒറ്റ മൈൻഡ്. എനിക്ക് കുഞ്ഞു ചെമ്മരിയാടിനെ പോലെ കുറച്ച് താടി മീശലും വന്നിട്ടുണ്ട്. അതെല്ലാം പഠിച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ട് സെറ്റ് ആയിട്ട് പോകാന്ന് വിചാരിച്ചു. ഇത് വടിക്കണ്ട, ജസ്റ്റ് തുടച്ചാൽ തന്നെ പോകും. പക്ഷെ എന്നാലും ഒന്ന് വടിച്ചാലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്റെ ഷേവിംഗ് സെറ്റ് എടുത്ത്, ഷേവിംഗ് സെറ്റ് അല്ല, ഇത് ഡ്രിമ്മിംഗ് സെറ്റ് ആണ്. ഇത് വെച്ച് ഞാൻ എന്റെ താടി മീശലൊന്ന് ലെവലാക്കി സെറ്റാക്കി ഞാൻ ഒന്ന് മൊഞ്ചായി കുട്ടപ്പനായി. ഞാൻ പിന്നെ പണ്ട് സുന്ദരനായോണ്ട് ഒരു പ്രശ്നമില്ല. ഞാൻ പിന്നെ സുന്ദരനില്ലേ ഗൈസ്, നിങ്ങൾ അഭിപ്രായം ഉണ്ട്. ഞാൻ സുന്ദരനില്ലേ? സുന്ദരനാണെങ്കിൽ കമന്റ് ഉണ്ട്. ഞാൻ സുന്ദരനില്ലേ? നോക്ക് ഞാൻ സുന്ദരനല്ലേടാ. ഞാൻ അതിന്റെ ഇടക്ക് അടങ്ങാറാക്കാൻ വേണ്ടിട്ട് മീൻ വായിക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ തന്നിട്ടുണ്ട്. ഈ പെണ്ണുങ്ങന്മാർക്ക് എത്ര മീൻ തിന്നാലും മടുക്കൂല ഗൈസ്. ഇവർക്ക് ഈ മീൻ കിട്ടാണ്ട് ഉച്ചക്ക് ചോറിറങ്ങത്തില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതാ കള്ള ചെയ്താൻ പൂച്ചന്റെ കുട്ടിയോ ആ പൂച്ചാനക്ക് പണിയെന്ന് ഗൈസ്. നോക്കിക്കേ, ഈ പൂച്ചേനെ കൊണ്ട് എന്റെ പുതിയ വണ്ടിയുടെ സീറ്റ് കൊല്ലുവാടാ ഞാൻ. അതിന്റെ ഇടയ്ക്ക് വേറെ രണ്ടാൾക്കാർ കയറി വന്നിട്ടുണ്ട്. അതും അതിന്റെ കുട്ടി. ഇത് മറ്റേന്റെ കുട്ടി. അതിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാ മറ്റേത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ കുട്ടിയെ കണ്ടെത്തിലുണ്ട്. ഇത് നായും അതിന്റെ കുട്ടിയും. ഞാൻ പിന്നെ നേരെ വണ്ടി എടുത്ത് പോവാണ്. ഇവർക്ക് തിന്നാനെല്ലാം കൊടുക്കലുണ്ട്. അതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കടിക്കൊന്നുമില്ല എന്നാണ് എൻ്റെ ഇത്. നേരെ കടിച്ചിട്ടില്ല, പറഞ്ഞിട്ടുള്ളു ഗൈസ്, പേടിപ്പിച്ച്. അങ്ങനെ കൊണ്ടുപോയുള്ള റോട്ടുമ്പോൾ കൂടെ ഞാൻ നേരെ മീൻ മാർക്കറ്റിലേക്ക് പോയി. മീൻ മാർക്കറ്റിൽ എത്തിയും കൂടെ പലതരം മീൻ. ഞാൻ എൻ്റെ കല്ലുമക്കായി വായിക്കാനാണ് പറഞ്ഞത്. 100 രൂപയ്ക്ക് വായിക്കാൻ പറഞ്ഞു. ഞാൻ 200 രൂപയ്ക്ക് കല്ലുമക്കായി വായിച്ച് തിരിച്ചു വന്നിട്ട് നോക്കും ഉമ്മാന്റെ മരണക്കുലുമാല്. എന്റെ മംഗലുണ്ട് ഇത്രക്കാര് കല്ലുമക്കായി വായിച്ചിട്ട് വന്നിട്ട് മറ്റും നല്ലോണം കലമ്പി. എനിക്ക് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കേട്ടിക്കില്ല സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ കുറച്ചും കൂടി വയറ് കറങ്ങിട്ടുണ്ട്. വന്നിട്ട് ഞാൻ തലയിലൊന്ന് വാഷ് ചെയ്ത് മേലൊന്ന് കുളിച്ച് കുട്ടപ്പനായി. കഴിഞ്ഞ വീഡിയോയിൽ ഏതെല്ലോ കള്ളപ്പന്നികൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുളിക്കലൊന്നുമില്ല. ഞാൻ കുളിക്കലുണ്ട്. ആര് പറഞ്ഞാൽ കുളിക്കില്ല. ഞാൻ സുന്ദരല്ല. ഞാൻ കഴിച്ച് ഞാൻ സുന്ദരല്ല. എന്തിനാ കുണ്ടു ചകി പോവാവിടുന്ന് എനിക്ക് നാളെ വരുന്നു. പോവാവിടുന്ന് ഞാൻ പോവാണ്. ബൈ. പിന്നെ ആ കുളിച്ച് കഴിഞ്ഞതുപോലെ ശശിനെ പോലെ മുടിവാരി എന്തായിരിക്കും ഒരു മനസുഖമാണ്. ഇങ്ങനെ ശശിനെ പോലെ 2 ഭാഗത്തും മുടിവാരിട്ട് ഇങ്ങനെ കിണിക്കും. അങ്ങനെ ഞാൻ കുപ്പായം എടുത്ത് അതും ഇട്ട് മുടിയും സെറ്റാക്കി. ഞാൻ സുന്ദരനല്ലേ ഗൈസ്? നിങ്ങൾ പറയാ വീണ്ടും നോക്കി പറഞ്ഞ സുന്ദരനല്ലേ? ഞാൻ സുന്ദരനല്ലേ? പിന്നെ ഞാൻ വണ്ടി എടുത്ത് ഒറ്റ പോക്ക് ദന്തൽ കോളേജിലേക്കാണ് പോകുന്നത് ഗൈസ്. ആ ഹോസ്പിറ്റൽ എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ആന കണ്ടുപിടിച്ച് ഇത് ഏതോ കുന്നുമലായിട്ടാണ് ഗൈസ് ഈ ഹോസ്പിറ്റൽ വരുന്നത്. ഞാൻ ഒരു വീട് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് ഗൈസ്. അതിന്റെ ഇടയ്ക്ക് ഒരു കാക്ക തൂറി. കുണ്ടിക്ക് ലൈസൻസ് ഇല്ലാത്ത ഏതോ കാക്കയാണ്. രണ്ടാമത് തൂറണ്ടാന്നുള്ള രീതിക്ക് അവിടുന്ന് വേഗം രക്ഷപ്പെട്ട്. ഇതിന്റെ ബോർഡൊക്കെ നോക്കിയ ഗൈസ് എനിക്ക് പേടിയാവുന്നു. ഇത് കണ്ട നല്ല വിജലിംബിച്ച് ഹോസ്പിറ്റലാണ് ഗൈസ്. എന്റെ മോനെ ഹോസ്പിറ്റലിലെ വണ്ണം നോക്കിയാ എനിക്ക് ഇത്
ഇത് കണ്ടിട്ട് തന്നെ ടെൻഷൻ അടിക്കുന്നു ഗൈസ്. ടെൻഷൻ അടിച്ച് തൂറാൻ മുട്ടുന്നുണ്ടോ എന്നൊരു സംശയം. എനിക്ക് ടെൻഷൻ അടിച്ചാൽ തൂറാൻ മുട്ടും ഗൈസ്. ഇത്രയും വലിയ സ്ഥലത്ത് എവിടെയാ കക്കൂസ് ഉള്ളതെന്ന് തപ്പാൻ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പത്തേക്ക് എന്റെ അപ്പി പോകും. ഇതിന്റെ എൻട്രൻസ് കയറി ഇയാളെടുത്ത് എന്തെല്ലാം കാർഡൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാർഡൊക്കെ എടുത്ത് ഗൈസ്. ഇതാണ് എന്റെ കാർഡ്, എന്റെ പേരെല്ലാം എഴുതിയിട്ടുണ്ട്, സൂപ്പർ അല്ലേ. അങ്ങനെ എന്നോട് 001 അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നിന്ന് എന്റെ അണ്ണാക്കിൽ എന്തെല്ലാം ഇട്ടിട്ട് എന്നോട് 002 പോകാൻ പറഞ്ഞു. ഇവിടെ നിന്ന് എന്നോട് പല്ലിന്റെ എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞു ഗൈസ്. ഞാനിവിടെ കണ്ടു ഗൈസ് ടെൻഷൻ അടിച്ചിരിക്കണം. അവിടെ നിൽക്കുന്നതിനനുസരിച്ച് എനിക്ക് ടെൻഷൻ കയറി വരാൻ തുടങ്ങി. എനിക്ക് പിന്നെ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടാൻ തുടങ്ങി ഗൈസ്. ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ആരെല്ലാം അണ്ണാക്കിൽ എന്തൊക്കെയെല്ലാം ഇട്ടിട്ട് കുത്തി കയറ്റുന്നു. എനിക്ക് കണ്ടിട്ട് ഉള്ളിലും പേടി. എന്റെ കാല് വറക്കാൻ തുടങ്ങി. എനിക്ക് തൂറാമുട്ടിൽ പിടിച്ചു വെച്ചതായിരുന്നു. പിന്നെ മുട്ടാൻ തുടങ്ങി. ഞാൻ പിന്നെ നേരെ കക്കൂസ് നോക്കിയുടെ ഉള്ളത്. കക്കൂസ് കണ്ടൊരു സമാധാനം. പിന്നെ ഒറ്റ ഓട്ടം ഒന്നും നോക്കില്ല കക്കൂസിലേക്ക്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ഗൈസ് എന്റെ പല്ല് പൊരിക്കണം. എന്റെ പല്ലിന് എന്തെല്ലോ പ്രശ്നമുണ്ട് പോലും. ഇവിടെ 101, 202, 302 എന്ന് പറഞ്ഞ റൂം മാറി ഏറ്റവും മണ്ടക്ക് എത്തി ഞാൻ ബിൽഡിങ്ങിന്റെ. ഇതിന്റെ മുകളിൽ താഴത്തേക്ക് തുള്ളിപ്പിക്കുന്നു എന്റെ പേടി. അങ്ങനെ 202 വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്റെ പല്ല് പറിക്കണം എന്നാണ് ഇവർ പറഞ്ഞത്. എനിക്ക് ഫുള്ള് ടെൻഷനായി ഗൈസ്. ഞാനിവിടെ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങുവാണ്. എനിക്ക് പിന്നെ ടെൻഷൻ അടിച്ചാൽ തൂറാൻ മുട്ടും ഗൈസ്. ഉള്ള മൊത്തം പോയി. ഇനി എന്റെ വയറ്റിൽ ഒന്നുമില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. പണ്ടേ ഞാനും കക്കൂസ് ലവാണ്. ഇവിടെ പോലെ എനിക്ക് കക്കൂസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്റെ പല്ല് പൊരിക്കുമ്പോൾ എന്റെ പല്ലിന് എന്തെങ്കിലും കേടുണ്ട് ഗൈസ്. അത് അടക്കുമ്പോഴെന്ന് അവർ പറഞ്ഞു. ഞാൻ നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നത് ഗൈസ്. പിന്നെ ഇവിടെ കുറെ ഷട്ടിൽ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഇതൊരു ഹോസ്പിറ്റലിൽ, ഇതൊരു കോളേജാണ്. കോളേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്റ്റുഡന്റ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. അധികം വീടെടുക്കാൻ പറ്റത്തില്ല. ഓളാറ്റം വന്നിട്ട് എന്റെ മോന്തടക്കം നോക്കി ഒരു അറ്റന്ന് തന്നാലോ അല്ലെങ്കിൽ ഓളെ കണ്ട പോലെ എനിക്കൊരു സംശയമുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പുറത്തുനിന്ന് ഒരുത്തി വന്നിട്ട് പേര് വിളിക്കാൻ തുടങ്ങി ഗൈസ്. അത് ഒരു സ്റ്റുഡന്റ് ആണ്. മതി അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അടികൊള്ളു. ഇതൊക്കെ കണ്ടിട്ടാണെന്ന് അറിയത്തില്ല, ചെറുതായിട്ടൊരു ആശ്വാസം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇവിടെ ആയിഷയുണ്ട്, ഫാത്തിമയുണ്ട്, ഖദീജയുണ്ട് ഗൈസ്. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം. ചെറുതായിട്ട് എന്റെ ടെൻഷനെല്ലാം ഒന്ന് കുറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഇവള് പിന്നെ വന്നിട്ട് അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അനിൽകുമാർ എന്നെ പോലെ തന്നെ ഇവിടെ കുത്തിയിരുന്ന് ടെൻഷൻ അടിച്ച് ലാസ്റ്റ് തൂറാൻ മുട്ടിട്ട് ഓടിയും തോന്നുന്നുണ്ട് പേടിച്ചിട്ട്. അങ്ങനെ പിന്നെ എന്നെ വിളിച്ച് ഉള്ളിക്കയറ്റി. ഞാൻ ഉള്ളിക്കയറിയൊക്കെ കൊണ്ട് എല്ലാവർക്കും ഒരു മറ്റേ ചത്ത ഷാമ്പോൾ ആടെ എവിടെയെല്ലാം കിടത്തി വെച്ചിരിക്കുന്നു. അനക്കിതെല്ലാം കണ്ട് തലാറങ്ങ. ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ട എന്തെല്ലാം സാധനമല്ലോ. ഉയറ്റാ മോനെ കത്തി കൊടുവാളും അതേപോലെ തന്നെ എന്തെല്ലാം ലേറ്റെല്ലാം കാണുന്നുണ്ട്. എനിക്ക് തലാറങ്ങാൻ തുടങ്ങി. ഇവിടെ ഉണ്ട് കുറെ ആൾക്കാരെ കടത്തി വെച്ചിട്ട് എന്തെല്ലോ ചെയ്യുന്നു. ഇയാൾ അണ്ണാക്കിലെല്ലാം എന്തെല്ലാം ഡ്രില്ലിംഗ് മെഷീനെല്ലാം ഇട്ടിട്ട് കുത്തി കയറ്റുന്നു. എന്റെ മോനെ എന്റെ ഊപ്പാടല്ലെങ്കിൽ കഴിച്ചു. ഞാൻ വിചാരിച്ച് പല്ല് പൊരിക്കണത് തേങ്ങ പൊരിക്കണത് എണീച്ചോടാ. അങ്ങനെ പിന്നെ അവര് പറഞ്ഞു ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ. എന്റെ പല്ല് കെട്ടിട്ടുണ്ട്. എന്റെ പല്ല് കേടടക്കും പോണോ പല്ല് പൊരിക്കും പോണോ. പക്ഷെ ഇന്ന് പല്ല് പൊരിക്കൂല എന്ന് പറഞ്ഞു. കാരണം ഒരാളും കൂടി കൂടെ വേണമെന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ എന്റെ പല്ലിന്റെ കേടടച്ച് ഗൈസ്. എന്റെ അണ്ണാക്കിൽ എന്തെല്ലോ ഇട്ടിട്ടില്ലേ, അത് മറ്റേ ഡ്രില്ലിംഗ് മെഷീൻ ഇട്ട് തുളച്ചിട്ട് വലിയ കുണ്ടാകിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സിമെന്റിൽ ഇട്ട് അടച്ച് ഗൈസ്. ഇയാളെ നോക്കിക്ക് ഇയാളെ മൊത്തം എന്തെല്ലാം തുരഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒന്നും നോക്കില്ല. ബാഗ് എടുത്ത് ഓടി. എനിക്ക് ഇനി പല്ലും പൊരിക്കണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ജീവൻ മാത്രം എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയില്ല. ഞാൻ വണ്ടിയുടെ നേരെ പുരക്കെത്തി ഹെൽമെറ്റും കഴിച്ച് എന്താ സമാധാനം. ഞാൻ മൊത്തത്തിൽ തളർന്ന് കഴിച്ചു. എന്റെ വയറ് പിന്നെ എരിഞ്ഞ് പുകയാൻ തുടങ്ങി. എനിക്ക് തന്നെ വിശന്ന് കണ്ണ് വന്നില്ല കഴിച്ചു. ഞാൻ പിന്നെ കല്ലുമ്മ കൈ വാങ്ങിച്ചു കൊടുത്തു. അത് പൊരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള പൂതിയും കൊണ്ട് ഞാൻ ഓടി വന്ന് കല്ലുമ്മ കൈ പൊരിക്കാൻ പറ്റാ. കല്ലുമ്മ കൈന് പകരം എന്തോ വഴുതനങ്ങ പൊരിച്ച് വെച്ചു ഗൈസ്. ഞാൻ ആ കല്ലുമ്മക്കായി വാങ്ങിച്ചു കൊടുത്താൽ പൊരിക്കാൻ വേണ്ടിട്ട്. അത് പൊരിക്കാണ്ട് എന്തല്ലോ വൈദ്യരങ്ങ. ഇതെന്തോ വൈദ്യരങ്ങ പൊരിച്ച്. ഇത് തിന്നിട്ട് തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. എനിക്ക് ആ കല്ലുമ്മക്കായിനെ കൊണ്ട് കറിയും വെച്ച് പണ്ടാരടങ്ങാനായിട്ട്. പിന്നെ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, അങ്ങ് തിന്നാന്നല്ലാണ്ട്. ഇവളാണ് ഗൈസ് കല്ലുമ്മക്കായി പൊരിക്കാൻ പറ്റി വൈദ്യരങ്ങ പൊരിച്ചത്. പിന്നെ എന്റെ വയറ് ചെറുതായിട്ട് എരിയുന്നോട് ഞാൻ ബാക്കി പൂച്ച കൊടുത്തു ഗൈസ്. ഉണ്ട ചോറിന് നന്ദി കാണിച്ചില്ലെങ്കിൽ നന്ദികേട് കാണിക്കരുത്. ശിവനല്ല എന്റെ സീറ്റ് കീറിയ, മറ്റേ ചേർത്താനെ കീറിയത്. ആ കുഞ്ഞി മുരിക്കുമുട്ടാവാത്ത സാധനം അതിനെ കാണുന്നില്ല ഗൈസ്. ഇതിന്റെ ഒപ്പം തന്നെ നടക്കുന്നതായിരുന്നു, കാണുന്നില്ല. ഓനോട് പറഞ്ഞേക്ക എന്റെ വണ്ടീന്റെ ഇടക്കാറ്റ് കേറിയിട്ടുണ്ടെങ്കിൽ എന്റെ കൈയും കാലും ഞാൻ പിടിച്ചിട്ട് തെങ്ങുമ്പോ കെട്ടിട്ടുണ്ട് ചന്തിക്ക് ഞാൻ മുളക് തേക്കുന്നു പറഞ്ഞേ. അതിന്റെ ഇടയ്ക്ക് എന്റെ ഫ്ലിപ്കാർട്ടിന്റെ സാധനം വന്നു ഗൈസ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവര് വന്ന് കൊണ്ടെത്തന്നു. ഇതാണ് സാധനം, എന്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന സാധനം. എനിക്ക് പിന്നെ എന്തെങ്കിലും സാധനം കിട്ടിക്കില്ല, അത് പെട്ടെന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല. എനിക്കിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ ഇഷ്ടമല്ല ഗൈസ്. പെട്ടെന്ന് പോയിട്ട് തുറക്കണം. തുറന്നിട്ട് എന്താ ഉള്ളതെന്ന് നോക്കണം. എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു ആസ്തെറ്റിക് സ്റ്റൂളാണ് ഗൈസ് ഓർഡർ ചെയ്തത്. എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, കുണ്ടി വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂൾ ഓർഡർ ചെയ്താണ് ഗൈസ്. ഈ സ്റ്റൂള് മൊത്തം കഷ്ടത്തിലുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിനി ഫിറ്റ് ചെയ്യണം. ചൈനയോ അല്ല ജപ്പാനോ അല്ല ഇംഗ്ലീഷോ അല്ലാത്ത ഏതോ ഒരു ഭാഷ ആയതുകൊണ്ട് പിന്നെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഞാൻ എന്റേതായ ലോജിക്കലി സെറ്റ് ആക്കാൻ തുടങ്ങി. ആ ഇരുമ്പിന്റെ വടിയൊക്കെ എടുത്ത് അവിടെയൊക്കെ മാറ്റി വെച്ച്, എന്നിട്ട് ആ ക്യാപ്റ്റൻ അമേരിക്കന്റെ പ്ലേറ്റ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു, അത് മുട്ടിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ച്. എന്നിട്ട് ഞാൻ അതിൽ നോക്കുന്നുണ്ട് വലിയ ആനക്കാരൻ പോലെ. വലിയ എന്തേ മനസ്സിലായിട്ടൊന്നുമില്ല, എന്നാലും വെറുതെ നോക്കും. എന്തെങ്കിലും അറിഞ്ഞിട്ട് നോക്കുന്നൊന്നുമല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ അറിയാൻ
ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കണം. എനിക്കൊന്നും ചെയ്യുന്നില്ല, തല ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം എന്തെങ്കിലും ടൂൾസും സ്ക്രൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇട്ട് സെറ്റ് ആക്കണം എന്നാണ്. അങ്ങനെ ഞാൻ എന്റെ ലോജിക്ക് പ്രകാരം ഞാൻ അത് അങ്ങനെ വെച്ചു. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ബുക്ക് നോക്കുന്നുണ്ട്. ആ ബുക്കിൽ പിന്നെ ഒരു തേങ്ങയില്ല ഗൈസ്. വല്ല ഇംഗ്ലീഷ് ആണെങ്കിൽ എന്നാലും ജപ്പാൻ എങ്ങാനാറ്റ ഗൈസ്. അതെടുത്ത് ഞാൻ വായിലിട്ട് തിന്ന്. ഈ സ്ക്രൂ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് കേറുന്നത്. ചന്തി വെച്ചിരിക്കുന്നത് തുളഞ്ഞ് കുണ്ടിക്ക് കയറുമെന്നാണ് എന്റെ സംശയം. അങ്ങനെ ഞാനത് കുത്തിയിരുന്ന് ടൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടൈറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മളത് ഫിനിഷ് ചെയ്തു. ഇതൊരു 10-500 റുപ്യക്ക് കിട്ടിയ സ്റ്റൂളാണ്, അതുകൊണ്ട് ഞാൻ അധികം പ്രതീക്ഷ കൊടുക്കുന്നില്ല. സ്റ്റൂളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, എന്നാലും വിചാരിച്ചതിനെക്കാട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഈ സാധനം കൊള്ളാം. എനിക്ക് 500 റുപ്യ കിട്ടിയത്. 500 റുപ്യക്ക് ഇത് കൊള്ളാം. അത്യാവശ്യം ഉറപ്പുണ്ട് ഗൈസ്. ഇതിന്റെ മുകളിൽ അധികം കസറത്ത് കളിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കുണ്ടി വെച്ചിട്ട് സമാധാനത്തില് അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇത് ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ ഇതിന്റെ ലിങ്ക് ഞാൻ തരാം. അങ്ങനെ അതിന്റെ കള്ളാസിലെടുത്ത് ചാടാൻ പോകുന്നതിന് എനിക്ക് ആ ബബിളിന്റെ സാധനം കിട്ടി. ഇത് പിന്നെ കുറെ കാലം ഒരു നൊസ്റ്റാലിക്ക് പൊട്ടിക്കാൻ തുടങ്ങിയാണ്. പിന്നെ പൊട്ടിച്ച് സുഖം പിടിച്ച്, അങ്ങനെ സുഖം പിടിച്ച് സുഖത്തിൽ ഞാൻ അതിങ്ങനെ പൊട്ടിച്ച് ലാസ്റ്റ് ആ സുഖം മാറി പെരാൻ തളകി. കണ്ട പെരാൻ തളകി. ഇതെന്തിനാ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കുന്നത്? ഇതേപോലെ പീഞ്ഞ് പടക്കം പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചുവിടുന്നുള്ള രീതിക്ക് ഞാൻ മുരുണ്ടി പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ അറിയത്തില്ല, ഇങ്ങനത്തെ ഒരു നൊസ്റ്റാളജിയാണ്. പിന്നെ പൂതി മാറി ഗൈസ്. പിന്നെ എല്ലാം പെറുക്കി കൂട്ടി കള്ളാസെല്ലാം എടുത്ത് വേസ്റ്റ് ഒക്കെ എടുത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. ഇതോർക്ക് തിരിച്ചു കൊടുക്കണ്ട, അനക്കെടുക്കാം. ഓക്കെ, അങ്ങനെ അതെല്ലാം പെറുക്കി ചാടി നേരെ വന്ന് കിടന്ന് ഒറ്റ ഉറക്കം. ഓക്കെ ബൈ, കഴിഞ്ഞു.